ഇൻക്രീസിംഗ് റേറ്റിൽ ഇൻഫ്ലേഷൻ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കഴിഞ്ഞ ഫെബ്രുവരിയുടെ ഡേറ്റ് നോക്കുമ്പോഴത്തേക്കും ഇൻഫ്ലേഷൻ താഴത്തേക്ക് വന്നതായിട്ട് US മാർക്കറ്റിലും കാണാൻ പറ്റും. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് തോമസ് ആണ്. നമ്മൾ മാർക്കറ്റിൽ പല നെഗറ്റീവ് ന്യൂസുകളുടെ ഇടയിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു പ്രോബബ്ലി ഒരു നെക്സ്റ്റ് 6 months ഒരു 1 year എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ ഇടയുള്ളതെന്ന് ചിലപ്പോൾ മിസ് ഔട്ട് ചെയ്യാം. കാരണം എല്ലായിടത്തും നെഗറ്റിവിറ്റിയാണ് കാണുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില പോസിറ്റീവ് സൈൻസ് ആണ്. മാർക്കറ്റിന്റെ റിക്കവറിന് ഉള്ള പോസിറ്റീവ് സൈൻസ് ആണ്. ആ സൈൻസ് ഒരു പ്രോബബിലിറ്റിയാണ്. ഒരിക്കലും നമുക്ക് ഇതുപോലെ നടക്കുമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രോബബിലിറ്റിയാണ്. നമ്മളത് മനസ്സിലാക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നേരെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് ആ പോസിറ്റീവ് സൈൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യണോ വേണ്ടയോ നമുക്ക് തീരുമാനിക്കാം. ഈ ഒരു മാർക്കറ്റിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണോ അതോ ഇനി വാച്ച് ചെയ്യാൻ പോകണോ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ മെന്റാലിറ്റി, അല്ലെങ്കിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ചില ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൺസിഡർ ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മാർക്കറ്റിൽ പല രീതിയിൽ ഇൻഫ്ലേഷൻ റേറ്റ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് ഇൻഫ്ലേഷൻ റേറ്റ് മുകളിലേക്ക് പോയ സമയമാണ്. അവിടെ എന്താണ് ആ സ്പേസിൽ നടക്കണമെന്ന് നോക്കാം. ഇന്ത്യയിൽ മാത്രമല്ല US നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഡേറ്റ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡിക്ലൈൻ കണ്ടോ ഇൻഫ്ലേഷൻ്റെ, ഇത് വളരെ സ്ട്രോങ് ആയിട്ടൊരു സൈൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഇൻഫ്ലേഷൻ വളരെ നല്ല രീതിയിൽ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ താഴത്തേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇൻട്രസ്റ്റ് റേറ്റ് താഴത്തേക്ക് വരാനുള്ള പോസിബിലിറ്റിയാണ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ സിറ്റുവേഷനാണ്. ഇനി നമുക്ക് US ഇതുപോലെ നോക്കാം. US ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ എന്താ നോക്കാം. ഇൻക്രീസിംഗ് റേറ്റിൽ ഇൻഫ്ലേഷൻ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ഈ ഫെബ്രുവരിയുടെ ഡേറ്റ് നോക്കുമ്പോഴത്തേക്കും ഇൻഫ്ലേഷൻ താഴത്തേക്ക് വന്നതായിട്ട് US മാർക്കറ്റിലും കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യ US ടേക്കൺ കെയർ ആണ്. ഇനി നമുക്ക് യൂറോ സോൺ കൂടി നോക്കിയേക്കാം. കാരണം യൂറോ ഏരിയ അല്ലെങ്കിൽ നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും അത് ഒരു ലഗാർഡായി മാറാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇതിലും USന്റെ പോലെ തന്നെ ഇൻഫ്ലേഷൻ കുറച്ച് ഇൻക്രീസിംഗ് ആയിട്ട് കയറി വന്ന സമയത്ത് നിന്ന് പെട്ടെന്ന് താഴത്തേക്ക് ഫെബ്രുവരിയിലും വന്നതായിട്ടും കാണാം. അപ്പോൾ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ഇൻഫ്ലേഷനെ നോക്കുമ്പോഴത്തേക്കും വളരെ നല്ലൊരു മാസമായിട്ടാണ് വന്ന് മാറുന്നത്. ഇനി ജർമ്മനി നോക്കാം. ജർമ്മനി എല്ലാം ഈ $4 trillion എക്കോണമി, $4-5 trillion എക്കോണമി ആയിരിക്കാം. പക്ഷെ എന്നാലും ഇറ്റ് മാറ്റേഴ്സ്. ഇപ്പം ഇവിടെയും ഈ പറയുന്ന പോലെ 2.6 2.3 സ്റ്റെഡിലി ഇൻഫ്ലേഷൻ സ്റ്റഡി ആയിക്കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് ജർമ്മനിയിലും കാണുന്നത്. ഇനി അടുത്ത നമ്മളൊരു ഇൻഡിക്കേറ്റർ എടുക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം എപ്പോഴും ഇന്ത്യയിൽ തന്നെ നോക്കണമല്ലോ. ഇന്ത്യയിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇൻട്രസ്റ്റ് റേറ്റ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറിക്കൊണ്ടിരുന്ന സമയത്ത് നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് താഴത്തേക്ക് വരികയാണ്. ഇനിയും ഫെർദർ ഇൻട്രസ്റ്റ് റേറ്റ് ഇന്ത്യയിൽ ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. കാരണം ഇൻഫ്ലേഷൻ കൺട്രോൾ ആയതുകൊണ്ട്. ഇനി അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നോക്കാം. ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻഫ്ലേഷനും താഴത്തേക്ക് വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റും ഗ്ലോബലി താഴ്ത്ത് വരുന്നുണ്ട്. ഇതാണ് പോയിന്റ്. ഗ്ലോബലി താഴ്ത്ത് വരുന്നുണ്ട് എന്നുള്ളതും കൺട്രി ഇന്ത്യയിൽ മാത്രം താഴ്ത്ത് വരുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം ഇന്ത്യ എപ്പോഴും നമ്മൾ സെൽഫ് റിലയൻ്റ് ആണ് പറയുമ്പോഴും ഇന്ത്യ എപ്പോഴും ഗ്ലോബൽ ക്യൂസ് എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. യുണൈറ്റഡ് കിങ്ഡം, ജസ്റ്റ് ഫോർ ദി ഇൻഫർമേഷൻ നമുക്കൊന്ന് നോക്കാം. അവിടെയും ഇൻട്രസ്റ്റ് റേറ്റ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ദ പ്രോബബിലിറ്റി ഓഫ് യു ടു ലൈക്ക് ദിസ് വീഡിയോസ് ഹൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഹൈ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ദാറ്റ് ഐ ക്യാൻ ബി മോട്ടിവേറ്റഡ് ടു ക്രിയേറ്റ് മോർ കണ്ടന്റ് ആൻഡ് ഓൾസോ ദിസ് വീഡിയോ ക്യാൻ റീച്ച് മോർ പീപ്പിൾ ആസ് വെൽ. ഇനി ഇപ്പോൾ ഈ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി ഇൻഫ്ലേഷൻ ക്ലിയർ ചെയ്തു, ഇനി ഇൻട്രസ്റ്റ് റേറ്റും ക്ലിയർ ചെയ്തു. ഇനി നമ്മൾ നിഫ്റ്റി 50 പി നമുക്ക് നോക്കാം. ഏതുവരെയാണ് എത്തിയിട്ടുള്ളത് നമുക്ക് അത് കഴിഞ്ഞിട്ട് ടെക്നിക്കൽസ് കൂടി നോക്കിയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി 50യുടെ കറണ്ട് പി എന്ന് പറയുന്നത് 19 ആണ്. ഓക്കെ, പക്ഷേ ഹിസ്റ്റോറിക് പി എന്ന് പറയുന്നത്, അതായത് ആവറേജ് പി എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ 22-നേക്കാളും 19 താഴെയാണ്. നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. ഓക്കെ, റീസണബിളി കറക്ഷൻ നടന്നിട്ടുണ്ട്. ചിലപ്പോൾ മേ ബി ഒരു ഓവർസോൾഡ് രീതിയിൽ പോയിട്ടുണ്ട്. ഇനി നിഫ്റ്റി മിഡ് ക്യാപ്പ് 150. ഓക്കെ, നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും PE 33 കറണ്ട് പി എന്ന് പറയുന്നത്. നമ്മുടെ ഹിസ്റ്റോറിക് പി, ആവറേജ് പി ആയിട്ട് നമ്മൾ നോക്കണം. മീഡിയൻ പി എന്ന് പറയുന്നത് ആവറേജ് പി ആണ്. അത് എടുക്കുമ്പോഴത്തേക്കും 42 ആണ്. നോക്കി 42 അവിടെ കിടക്കുന്നു, 33 അവിടെ കിടക്കുന്നു. ഭയങ്കരമായിട്ട് ഒരു ലോ സോണിലാണ് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 26 വരെയൊക്കെ പി വന്നിട്ടുണ്ടോ, അത് നമ്മൾ ഒരു ക്രിട്ടിക്കൽ ഫാക്ടറായിട്ട് ട്രീറ്റ് ചെയ്യണം. പി 26 വരെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഹിസ്റ്റോറിക് മീഡിയൻ പി നോക്കുമ്പോൾ 42 നമ്മൾ 33 ട്രേഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് വെരി ഗുഡ് സ്പേസ് ടു ബി ഇൻ. ഇനി നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 നോക്കാം. 250 ഞാൻ എടുക്കാൻ കാരണം കൂടുതൽ നമ്പർ ഓഫ് കമ്പനീസിനെ കവർ ചെയ്യാനാണ്. അത് നോക്കുമ്പോഴത്തേക്കും അതിന്റെ കറണ്ട് പി 26 ആണ്. ഇപ്പോൾ ഹിസ്റ്റോറിക് ആവറേജ് പി എന്ന് പറയുന്നത് 31 ആണ്. അപ്പോൾ ഈ സ്മോൾ ക്യാപ്പിന്റെ സെഗ്മെന്റ് നോക്കുമ്പോൾ
ഇപ്പോൾ 26 ആണെങ്കിൽ തന്നെ നമുക്കൊരു മാക്സിമം ഒരു 5 ഇയേഴ്സ് എടുക്കുകയാണെങ്കിൽ ലോ പോയിന്റ് വന്നിരുന്നത് 23 ഒക്കെ തന്നെ ഉള്ളൂ. ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആണ് ഞാൻ പറയുന്നത് 5 ഇയേഴ്സിൽ. ഇനി 10 ഇയേഴ്സിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ആ റേഞ്ചിൽ തന്നെയാണ് ലോ പോയിന്റ് എന്ന് പറയുന്നത്. 23-24 ഒക്കെ തന്നെയാണ് ലോ പോയിന്റ്. അപ്പോൾ നമ്മൾ സ്മോൾ ക്യാപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ല രീതിയിൽ കറക്ഷൻ നടന്നിട്ടുണ്ട്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ മിഡ് ക്യാപ്പിൽ കറക്ഷൻ നടന്നിട്ടുണ്ട്. 42 എന്നുള്ള സമയത്ത് PE 33 എന്ന് പറയുന്നത് നല്ല കറക്ഷനാണ്. പക്ഷേ എന്നാൽ 26 വരെ PE പോയിട്ടുണ്ട് എന്നുള്ള ഫാക്ട് നമ്മൾ മനസ്സിലാക്കാം. ഇത്രയാണ് പോസിറ്റീവ് ആയിട്ടുള്ള സൈൻസ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. ഇനി നമ്മൾ ടെക്നിക്കൽസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ലോവർ ബോട്ടം എടുത്തുകൊണ്ടിരുന്ന് 21,900 നമ്മൾ ഇതിന് മുമ്പും നമ്മൾ ഈ ലെവൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 21,900 വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് നമ്മൾ റീബൗണ്ട് ചെയ്തായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് ചിലപ്പോൾ മാർക്കറ്റ് ഇതുപോലെ മോളിൽ പോകണം എന്നൊന്നും നിർബന്ധമില്ല. ഇവിടെയും ഒരു കറക്ഷൻ വന്ന് തിരിച്ച് 21,900 ലെവലിലേക്ക് വീണ്ടും വന്നേക്കാം. എന്നാൽ തന്നെ ഇവിടെ നല്ലൊരു സപ്പോർട്ട് രീതിയിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഒന്ന്, ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ആവുന്നുണ്ട്, ഇൻഫ്ലേഷൻ കൺട്രോൾ ആവുന്നുണ്ട്, മാർക്കറ്റ് നല്ല രീതിയിൽ ഓവർസോൾഡ് ആയിട്ടുണ്ട്, US മാർക്കറ്റിന്റെ കറക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ US ഡോളറിലേക്കുള്ള ഡിമാൻഡും കുറയും. അതുപോലെ തന്നെ US-ന്റെ ഈൽഡും ഡ്രോപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ US ഡോളറിന്റെ ഡിമാൻഡ് വീണ്ടും കുറയാനുള്ള ചാൻസ് ആണ്. ടെക്നിക്കലി മാർക്കറ്റ് ഓവർസോൾഡ് ഏരിയയിലേക്കാണ് ഇരിക്കുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് സെനാരിയോ കാണാൻ തുടങ്ങും. ആ ഇൻട്രസ്റ്റ് റേറ്റ് സെനാരിയോ കട്ട് അടുത്തൊരു മാർക്കറ്റിന്റെ മുകളിലേക്കുള്ള പോക്ക് അല്ലെങ്കിൽ ബൂം ട്രിഗർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Until and unless we see next time with another video, Thomas Verghese signing off. Bye bye.